ഇവിടെ ഇദ് തബറ എന്നുള്ളിടത്ത് ഒഴിയുന്ന സമയം എന്നാണ്. അതിൻ്റെ ബന്ധം എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഉസ്കുർ ഇദ് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുന്ന, അകലുന്ന, വഴിമാറുന്ന ആ സമയം അത് താങ്കൾ ഓർക്കുക, താങ്കൾ ഓർമ്മിപ്പിക്കുക. ഉസ്കുർ എന്ന് പറഞ്ഞാൽ തദക്കർ, താങ്കൾ ഓർക്കൂ എന്ന അർത്ഥവും, അതേപോലെ ദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കൂ എന്ന അർത്ഥവും ഉള്ള പ്രയോഗമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ആരിലേക്കെല്ലാം എത്തുന്നുവോ അവരോട് ഓരോരുത്തരോടും അഭിസംബോധന ചെയ്യുകയാണ്. വിശിഷ്യ ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. പിന്തുടർന്നവരിൽ നിന്ന് പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന, അകന്നു മാറുന്ന സമയത്തെ ഓർക്കുക, ഓർമ്മപ്പെടുത്തുക എന്ന്. ചില പ്രാമാണികർ പറഞ്ഞത് ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ എന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ വചനത്തിൻ്റെ അവസാനം വഅന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. അത് എപ്പോൾ? അതാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ, ആരാധിച്ചവരിൽ നിന്ന് ആരാധ്യന്മാർ ഒഴിഞ്ഞ് അകന്ന് മാറുന്ന സമയം. മറ്റു ചിലർ പറഞ്ഞത് തൊട്ടു മുമ്പത്തെ വചനത്തിൽ വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ് എന്ന് പറഞ്ഞില്ലേ? ഈ അക്രമികൾ ശിക്ഷയെ കാണുന്ന സമയം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, കണ്ടിരുന്നുവെങ്കിൽ എന്ന്. അവിടെ പറഞ്ഞ ഇദ് യറൗനൽ അദാബ്, അവർ ശിക്ഷയെ കാണുന്ന സമയം എന്നതിൻ്റെ ബദൽ എന്താണ്? അവർ കാണുന്ന ശിക്ഷ അതാണ് ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അവർ കാണുന്ന ശിക്ഷ അത് ആരാധിച്ചിരുന്നവരും അനുയായികളും ആരാധ്യന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ഒഴിഞ്ഞ് അകന്ന് മാറുന്ന സമയമാണ്. ഈ ആയത്തിന് ഇങ്ങനെയൊക്കെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. എല്ലാ തഫ്സീറും അറിയിക്കുന്നത് പരലോക കോടതിയിൽ സംഭവിക്കാനിരിക്കുന്ന അതിദാരുണമായ ഒരു രംഗമാണ്. ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ആരാധ്യന്മാരെ പ്രതീക്ഷിച്ച്, നേതാക്കന്മാരെ കാംക്ഷിച്ച് ഈ ഭൗതിക ലോകത്ത് ആരാധിച്ചിരുന്നവരും അനുഗമിച്ചിരുന്നവരും തങ്ങളുടെ പുരുഷായുസ് മുഴുവൻ ആ നിലക്ക് തീർത്തു. ആയുസ്സും ആരോഗ്യവും അതിനായി വിനിയോഗിച്ചു. ആരാധ്യന്മാരും നേതാക്കന്മാരും തങ്ങൾക്ക് താങ്ങും തണലും രക്ഷയും മോക്ഷവുമൊക്കെയാകും പാരത്രിക ലോകത്തെന്ന് പ്രതീക്ഷ പുലർത്തി തുടർത്തി അവിടമെത്തുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും രക്ഷ വേണ്ട, മോക്ഷം വേണ്ട, സഹായവും ശുപാർശയും ഒക്കെ വേണ്ട ആ സമയം പ്രതീക്ഷയെ തോൽപ്പിച്ച് ഇച്ഛാഭംഗത്തിന് ഇരയാക്കി ആരാധ്യന്മാരും നേതാക്കന്മാരും കൂറുമാറുന്ന, വഴിമാറുന്ന ദുരവസ്ഥ. അതാണ് ഈ തഫ്സീറുകളൊക്കെയും അറിയിക്കുന്നത്.